ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്, നല്ല കമൻസ് ആണ് വന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കമന്റ് ആയിരുന്നു, സാർ നോബൽ സമ്മാനം ക്ലാസ് വേണം എന്നുള്ളത്. ഒരുപാട് ആളുകൾ നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരുടെ ക്ലാസ് വേണമെന്ന് ഒരുപാട് ആളുകൾ കമന്റ് ചെയ്തു. അപ്പോൾ ജ്ഞാനപീഠത്തിന്റെ ക്ലാസ് നിങ്ങൾക്ക് അത്രയും ഉപകരിച്ചു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയും ഉപകരിക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. കുറച്ച് സമയം കൊണ്ട് ആ ക്ലാസ് പെർഫെക്റ്റ് ആയി തന്നെ പഠിപ്പിച്ചു വിടുക. നിങ്ങൾ ക്ലാസ് കണ്ടിട്ടുണ്ടെങ്കിൽ സെറ്റ് ആയി തന്നെ പഠിച്ചിട്ടുണ്ടാവും. ഇനി ഏതൊക്കെ രീതിയിൽ അവിടെ നിന്ന് ചോദ്യം വന്നാലും തിരിച്ചും മറിച്ചോ ബോക്സ് ആക്കിയിട്ടോ എങ്ങനെ വന്നാലും നിങ്ങൾ നല്ല സിമ്പിൾ ആയിട്ട് അത് ആൻസർ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സും പഠിക്കാം. നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരെ നമുക്ക് വർഷങ്ങളും അവർക്ക് ആർക്കാണ് ലഭിച്ചതെന്നും പിന്നെ അവർക്ക് ലഭിച്ച വിഷയം നമുക്ക് നല്ല സെറ്റായി തന്നെ സിമ്പിളായി മനസ്സിലാക്കി പഠിച്ചു പോവുക. നിങ്ങൾ കൂടെ നിന്നാൽ മതി. ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പറയുമ്പോൾ കൂടെ റിപ്പീറ്റ് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ നമുക്ക് പഠിച്ചു പോവാം. അപ്പോൾ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് 10th പ്രിലിംസ്, അതായത് കമ്പനി ബോർഡ് LGS അതുപോലെ തന്നെ ബെവ്കോ LDC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇപ്പോൾ 10th പ്രിലിംസ് പരീക്ഷ ഉണ്ട്. അപ്പോൾ 10th പ്രിലിംസിന് വേണ്ടി ഒരു കോഴ്സ് കൂടെ തുടങ്ങാൻ നമുക്ക് ഒരുപാട് എൻക്വയറി വന്നു. നമ്മുടെ ബാച്ച് ക്ലോസ് ആയിട്ടുണ്ട്. 10th പ്രിലിംസിന് നമ്മൾ ഓൾറെഡി തുടങ്ങിയ ബാച്ച് ക്ലോസ് ആയി. അപ്പോൾ നമ്മളൊരു ഫാസ്റ്റ് ട്രാക്ക് ബാച്ച്, അതായത് 40 ദിവസം കൊണ്ട് ഏറ്റവും വേണ്ട ടോപ്പിക്സ് ഒക്കെ പഠിച്ചെടുത്ത് സിമ്പിളായിട്ട് പ്രിലിംസ് ക്രാക്ക് ചെയ്യാനുള്ള ഒരു സെറ്റ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. തീർച്ചയായും നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവും. മിസ്സാക്കരുത്. അടിപൊളിയായിട്ട് സിമ്പിളായി പഠിച്ച് ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രം, അല്ലാതെ വാരി വലിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ വലിച്ചെടുത്ത് പഠിക്കാതെ ഏറ്റവും വേണ്ട കാര്യങ്ങൾ മാത്രം കണ്ട് മനസ്സിലാക്കി സെറ്റാക്കി പഠിച്ച് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ. ആദ്യം ജോയിൻ ചെയ്യുന്നവർക്ക് ഓഫർ ഉണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. നമ്മൾ എന്തായാലും അതിന്റെ പോസ്റ്റർ നമ്മുടെ ടെലഗ്രാമിൽ പബ്ലിഷ് ചെയ്യും. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതാവുമ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായത് ആദ്യത്തെ ഇത്ര ആളുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എത്രയെന്നൊക്കെ നമ്മൾ ടെലഗ്രാമിൽ അറിയിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്തോ. അപ്പോൾ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് നോക്കാം. നോബൽ സമ്മാനം ആദ്യം ലഭിച്ചത് നമുക്കൊക്കെ അറിയുന്നുണ്ടാവും. ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് അല്ലെ. 1913 ലഭിച്ചത് ആർക്കാണ്? രവീന്ദ്രനാഥ് ടാഗോർ. നമുക്ക് ഓരോരുത്തരെയും നോക്കിയ ശേഷം നമുക്ക് പഠിച്ച് ആദ്യം വർഷം പഠിച്ച് പിന്നെ ആളുകളൊക്കെ പഠിച്ച് സെറ്റ് ആക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പൊ ആദ്യം ലഭിച്ചത് ആർക്കാണ്? രവീന്ദ്രനാഥ് ടാഗോർ. എപ്പോഴാണ്? 1913 13. ഓക്കെ, അടുത്തതോ 30. ഒരു കണക്ഷൻ ആയില്ലേ? അപ്പൊ ആദ്യം ലഭിച്ചത് 13, അടുത്തത് 30. ആരാണ്? CV രാമൻ. 1930 രവീന്ദ്രനാഥ് ടാഗോറിന് ലഭിച്ച വിഷയം ചോദിക്കും. എന്തിനാണ്? സാഹിത്യത്തിനാണ്. സാഹിത്യത്തിനാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഏത് കൃതിക്കാണ്? ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ലഭിച്ചത്. അതുകൂടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചോ. ഗീതാഞ്ജലി എന്ന കൃതിക്കാണ് ലഭിച്ചത്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ മറ്റ് കൃതികളൊക്കെ ചോദ്യം വരാറുണ്ട്. ഘോര, ഗീതാഞ്ജലി, കാബൂളിവാല, പോസ്റ്റ് ഓഫീസ്, ഇതൊക്കെ ആരുടെ കൃതിയാണ്? രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൃതിയാണ്. അപ്പൊ ആദ്യം ലഭിച്ചത് 1913. ആദ്യം ലഭിച്ച ഏഷ്യക്കാരൻ എന്ന് ചോദ്യം വന്നാലും ആദ്യം ലഭിച്ച ഇന്ത്യക്കാരൻ എന്ന് ചോദ്യം വന്നാലും ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ആണ് കേട്ടോ. നോബൽ സമ്മാനം ലഭിച്ച ആദ്യ ഏഷ്യക്കാരൻ എന്ന് ചോദ്യം വന്നാലും ഇന്ത്യക്കാരൻ എന്ന് ചോദ്യം വന്നാലും ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. അടുത്തത് ഞാൻ വന്നു 30. ആദ്യം 13 പിന്നെ 30. CV രാമൻ. നമുക്കറിയാം രാമൻ എഫക്ട് അല്ലെ. CV രാമൻ 1930. കടലിന്റെ നീല നിറത്തിന് കാരണം കണ്ടെത്തിയതൊക്കെ CV രാമൻ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. CV രാമൻ ഭൗതിക ശാസ്ത്രത്തിനാണ് അല്ലെ, ഫിസിക്സിനാണ് ലഭിച്ചത്. ഭൗതിക ശാസ്ത്രം 1930. അടുത്തതോ 1968. ആർക്കാണ്? ഹർഗോവിന്ദ് ഖുരാനെ. ഹർഗോവിന്ദ് ഖുരാനെ വൈദ്യശാസ്ത്രത്തിന് ആദ്യമായി ലഭിച്ച വ്യക്തിയാണ് ഹർഗോവിന്ദ് ഖുരാന. ഓക്കെ, ചോദ്യം ചിലപ്പോൾ അങ്ങനെയും വരും, വൈദ്യശാസ്ത്രത്തിന് ആദ്യം ആർക്ക് എന്ന്. അപ്പൊ 1968 ആർക്കാണ്? ഹർഗോവിന്ദ് ഖുരാനെ. ഇനി അടുത്തത് 79. ആരാണ്? മദർ തെരേസയാണ് കേട്ടോ. മദർ തെരേസ സമാധാനത്തിനാണ് ലഭിച്ചത്. അപ്പൊ സമാധാനത്തിന് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യയിൽ നിന്നും സമാധാനത്തിന് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാന്ന് ചോദ്യം വന്നത് ആരാണ്? മദർ തെരേസ. അടുത്തതോ 83. ആർക്കാണ്? സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ അല്ലെ. ചന്ദ്രശേഖർ പരിധി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ 83 സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. അത് കഴിഞ്ഞോ 98. ആരാണ്? അമർത്യാസൻ. അമർത്യാസന് 98. ഏതാണ്? സാമ്പത്തിക ശാസ്ത്രം. എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. സാമ്പത്തിക ശാസ്ത്രത്തിന് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരൻ എന്നും ചോദ്യം വരാം. എന്നാൽ അമർത്യാസന് നോബൽ സമ്മാനം ലഭിച്ചത് എന്നും ചോദ്യം വരാം. ഓക്കെ, അപ്പൊ അമർത്യാസൻ നോബൽ സമ്മാനം നേടിയ വർഷം 1998. 1998.
പിന്നെ വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ 2009. പിന്നെ അടുത്തതോ ഇത് വിഷയം രസതന്ത്രമാണ് കേട്ടോ. രസതന്ത്രത്തിന് 2009 ആരാണ്? വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ. 2014 ആർക്കാണ്? കൈലാഷ് സത്യാർത്ഥി. ഏതിനാണ്? സമാധാനത്തിനാണ് ലഭിച്ചത്. കൈലാഷ് സത്യാർത്ഥി. മലാല യൂസഫ്സായി അല്ലെ, പാകിസ്ഥാൻകാരിയായ മലാല യൂസഫ്സായിയോടൊപ്പം നൊബേൽ സമ്മാനം പങ്കിട്ട ഇന്ത്യക്കാരനാണ് ആര്? കൈലാഷ് സത്യാർത്ഥി. പിന്നെ 2019 അവസാനമായിട്ട് ലഭിച്ചത് ആർക്കാണ്? സാമ്പത്തിക ശാസ്ത്രത്തിനാണ് ലഭിച്ചത്. അഭിജിത്ത് ബാനർജി. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പഠിക്കല്ലേ വേണ്ടത്. ആദ്യം എന്ത് ചെയ്യണം? വർഷങ്ങൾ സെറ്റാക്കണം. അത് കഴിഞ്ഞോ ആളുകളെ സെറ്റാക്കണം, പിന്നെ അവരുടെ വിഷയം സെറ്റാക്കണം. സിമ്പിളായി പഠിച്ചാലോ? നമുക്ക് പോവാം. ആദ്യം ലഭിച്ചത് 1913 ആർക്കാണ് ആദ്യം ലഭിച്ചത്? 1913 രവീന്ദ്രനാഥ് ടാഗോർ. എന്തിനാണ്? സാഹിത്യം അല്ലെ, സാഹിത്യം ലിറ്ററേച്ചറിനാണ് ലഭിച്ചത്. 1913 രവീന്ദ്രനാഥ് ടാഗോർ സാഹിത്യം. രണ്ടാമത്, ആദ്യം വർഷങ്ങളൊന്ന് പറയട്ടെ. 1900 വർഷങ്ങൾ മാത്രം ഒന്ന് പറയാം നമുക്ക്. ആദ്യം 1913. 1913 ആർക്കാണ് ലഭിച്ചത്? 1913 ആർക്കാണ്? രവീന്ദ്രനാഥ് ടാഗോർ. അത് കഴിഞ്ഞ് 30, അത് കഴിഞ്ഞ് 68, അത് കഴിഞ്ഞ് 79, പിന്നെ 83, പിന്നെ 98, പിന്നെ 2009, പിന്നെ 2014, പിന്നെ 2019. അപ്പൊ വർഷങ്ങളൊന്ന് ഓർഡറിൽ പറയോ? ഏതൊക്കെ വർഷം ലഭിച്ചത്? 1913 ആദ്യം 13, പിന്നെ 30. 1913, 1930, 1968, 79, 83, 98. ഒരു വട്ടം കൂടെ ഈ 98 വരെയുള്ള ഒന്ന് പഠിച്ചു പോവാ. ആദ്യം 1913, ആദ്യം 13, പിന്നെ 30. അത് കഴിഞ്ഞോ 68, 1968, 1968, 1968. അപ്പൊ ആദ്യം 1913, 1930, 1968, പിന്നെ 1979 സമാധാനത്തിന് ആദ്യമായി ലഭിച്ചത് അല്ലെ. 1979 മദർ തെരേസ. 1979. പിന്നെ ചന്ദ്രശേഖർ 1983. 1983. അപ്പൊ ഒപ്പം എന്റെ കൂടെ പറയണേ. ആദ്യം വർഷം പറയും, പിന്നെ ഞാൻ ആളെ പറയും. 1913 ആരാണ്? 1913 രവീന്ദ്രനാഥ് ടാഗോർ. വിഷയം സാഹിത്യം. പിന്നെ 1930 ആരാണ്? സി വി രാമൻ. 1930 സി വി രാമൻ. 1930 സി വി രാമൻ. 1968 ആരാണ്? ഹർഗോവിന്ദ ഖുറാനയാണ് അല്ലെ. ഹർഗോവിന്ദ ഖുറാനെ. 1968 എന്തിനാണ്? വൈദ്യശാസ്ത്രം. എന്തിനാണ്? വൈദ്യശാസ്ത്രത്തിനാണ്. പിന്നെ 1979 ആരാണ്? സമാധാനം. സമാധാനത്തിന് മദർ തെരേസ. 1979 മദർ തെരേസ. പിന്നെ 1983 ആരാണ്? 1983 സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. 98 അമർത്യാസെൻ. പിന്നെ 2009 ആരാണ്? 2009 വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ. 2014 ആരാണ്? 2014 കൈലാഷ് സത്യാർത്ഥി. 2019 അഭിജിത്ത് ബാനർജി. അപ്പൊ 98 വരെയുള്ള വർഷങ്ങൾ ഒന്ന് ആളുകളെ ക്ലിയർ ആക്കി പോവാ. ഒരു വട്ടം കൂടെ. 1913 ആരാണ്? 1913 രവീന്ദ്രനാഥ് ടാഗോർ. 1930 ആരാണ്? സി വി രാമൻ. 68 ആരാണ്? 68 ഹർഗോവിന്ദ് ഖുറാനെ. അത് കഴിഞ്ഞ് സമാധാനത്തിന് ആൾക്കാണ്? സമാധാനത്തിന് നോബൽ സമ്മാനം ലഭിച്ചത്. സമാധാനം 79 അല്ലെ. 79 ആർക്കാണ്? 79 ആർക്കാണ്? ശ്രദ്ധിച്ചു പഠിക്കും. മദർ തെരേസ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. 79 മദർ തെരേസ. 83 സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. പിന്നെയാണ് 98 അടുത്ത പ്രധാനപ്പെട്ടത് ആരാണ്? അമർത്യാസെൻ. 98 അമർത്യാസെൻ. ഇനി വർഷങ്ങൾ ചോദിക്കാം, നിങ്ങൾ ആൻസർ പറയണേ. 98 ആർക്കാണ്? 98 അമർത്യാസെൻ. 83 1983 ചന്ദ്രശേഖർ പരിധിയിലെ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. 79 ആർക്കാണ്? 79 മദർ തെരേസ. 68 ആർക്കാണ്? 68 ഹർഗോവിന്ദ് ഖുറാനെ. പിന്നെ അതിനു മുമ്പ് 30 ആർക്കാണ്? സി വി രാമൻ. 13
ആദ്യം നമ്മൾ പഠിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ, ആദ്യം ലഭിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ. അപ്പൊ 98 വരെ സെറ്റായോ? അത് സെറ്റാക്കിയിട്ട് നമുക്ക് അടുത്തേക്ക് പോവാം. ഒരു വട്ടം കൂടെ. ആദ്യം 1913 രവീന്ദ്രനാഥ് ടാഗോർ, 30 CV രാമൻ, 68 ഹർഗോവിന്ദ് ഖുരാനെ, 79 മദർ തെരേസ, 83 ചന്ദ്രശേഖർ അല്ലെ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ, 98 ആരാണ്? അമർത്യ സെൻ. ഇനി മൂന്നാൾ കൂടെ അല്ലേ പഠിക്കാനുള്ളൂ. 2009 ആർക്കാണ്? വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ. 2009 വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ. 2009 വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ. 2014 കൈലാഷ് സത്യാർത്ഥി. 2014 കൈലാഷ് സത്യാർത്ഥി. 2014 കൈലാഷ് സത്യാർത്ഥി. പിന്നെ അവസാനമായിട്ട് ലഭിച്ചത് 2019 അഭിജിത്ത് ബാനർജി. 2019 അവസാനമായി ഒരു ഇന്ത്യക്കാരന് നോബൽ സമ്മാനം ലഭിക്കുന്നത്. അതെപ്പോഴാണ്? 2019 അഭിജിത്ത് ബാനർജി. ഏതാണ്? സാമ്പത്തിക ശാസ്ത്രത്തിനാണ് അല്ലെ, സാമ്പത്തിക ശാസ്ത്രം. ഇപ്പൊ വർഷങ്ങൾ ക്ലിയർ ആയോ? ഇനി വർഷങ്ങളൊക്കെ ഇറേസ് ചെയ്ത് കളയാം. ഒന്ന് പറ. ആദ്യം 1913. അടുത്തത് ആരെന്നും കൂടെ പറയണേ. 1913 ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ. അടുത്തത് 1930 ആർക്കാണ്? 13. അടുത്തത് 30 നമ്മൾ പഠിച്ചു അല്ലെ. ആരാണ്? CV രാമൻ. CV രാമൻ. അടുത്തത് ഏത് വർഷമാണ്? 1968 അല്ലേ. 68 അടുത്തത് കിട്ടിയത്. 68 ആർക്കാണ്? 30 കഴിഞ്ഞ 68 68 ആർക്കാണ് കിട്ടിയത്? ഹർഗോവിന്ദ് ഖുരാനെ. പിന്നെ 79 നമുക്കൊക്കെ അറിയാം അല്ലെ. 79 അടുത്തത് കിട്ടിയത്. ആരാണ്? മദർ തെരേസ. പിന്നെ ഏത് വർഷം കിട്ടിയത്? 79 കഴിഞ്ഞ് 80 ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 83 1983 ആർക്കാണ് ലഭിച്ചത്? 83 ചന്ദ്രശേഖർ അല്ലെ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. പിന്നെയോ 1990 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അടുത്തത് സാമ്പത്തിക ശാസ്ത്രത്തിന് അല്ലെ ആദ്യമായി ലഭിച്ചത് ആർക്കാണ്? 1998 അമർത്യ സെൻ. പിന്നെ 2009 ആരാണ്? വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ. 2009 വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ. 2014 ആര്? കൈലാഷ് സത്യാർത്ഥി. 2014 കൈലാഷ് സത്യാർത്ഥി. 2019 ആരാണ്? അഭിജിത്ത് ബാനർജി. ഒരു വട്ടം കൂടെ നോക്കി പോവാ. ആദ്യം രവീന്ദ്രനാഥ് ടാഗോർ. ഏത് വർഷം? 1913. വിഷയം സാഹിത്യം. ഓക്കെ. പിന്നെ 30 ഭൗതിക ശാസ്ത്രമാണ് വിഷയം. ആർക്ക് ലഭിച്ചു? CV രാമൻ. CV രാമന് ഭൗതിക ശാസ്ത്രം. ഇനി നമുക്ക് വിഷയം കൂടെ അല്ലേ സെറ്റ് ആക്കാനുള്ളൂ. വർഷവും ആളെയും കിട്ടിയില്ലേ. ഒരു വട്ടം കൂടെ നമുക്ക് ലാസ്റ്റ് റിപ്പീറ്റ് ചെയ്യാം. ഒറ്റ വട്ടം കൂടെ. പിന്നെ വിഷയങ്ങളൊന്ന് സെറ്റാക്കി എടുക്കുക. ഓക്കെ. ഭൗതിക ശാസ്ത്രത്തിനാണ് CV രാമൻ. രാമൻ എഫക്റ്റ് ആലോചിച്ചാൽ മതി. ഭൗതിക ശാസ്ത്രമാണ് അല്ലേ. ഭൗതിക ശാസ്ത്രം. പിന്നെ മദർ തെരേസ അല്ല, ഹർഗോവിന്ദ ഖുരാനെ വൈദ്യശാസ്ത്രം. ആദ്യമായ ഒരാൾക്ക് വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിക്കും, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഹർഗോവിന്ദ് ഖുരാനെ. ഓക്കെ. പിന്നെ മദർ തെരേസ നമുക്കൊക്കെ അറിയാം സമാധാനത്തിനാണ്. എപ്പോഴാണ്? 1979. അടുത്തത് ഏതാ വർഷം? 83. ആരാ ഓർമ്മ ഉണ്ടോ? ചന്ദ്രശേഖർ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. അതും ഭൗതിക ശാസ്ത്രമാണ്. അപ്പൊ രസതന്ത്രത്തിന് ആദ്യമായി ലഭിച്ച വർഷം ഇമ്പോർട്ടന്റ് ആണ്. 2009 കേട്ടോ. 2009. ഓക്കെ. അപ്പൊ 1983 ഭൗതിക ശാസ്ത്രം. ആരാണ്? സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. ഓക്കെ. ചന്ദ്രശേഖർ പരിധി. പിന്നെ അമർത്യ സെൻ 98 സാമ്പത്തിക ശാസ്ത്രം. സാമ്പത്തിക ശാസ്ത്രത്തിന് ആദ്യമായി ലഭിക്കുന്നത് അമർത്യ സെൻ. അടുത്തതോ 2009 രസതന്ത്രത്തിന് ആദ്യമായി ലഭിക്കുന്നു. ആർക്കാണ്? വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ. 2014 സമാധാനത്തിന് രണ്ടാമതായി ലഭിക്കുന്നതാണ് കൈലാഷ് സത്യാർത്ഥി. ഇതിൽ പ്രധാനപ്പെട്ട് പഠിക്കാനുള്ളത് മലാല യൂസഫ്സായോടൊപ്പം പങ്കിട്ടത് ആരാണ് ചോദ്യം വന്ന അതാരാണ്? കൈലാഷ് സത്യാർത്ഥി. അല്ലെങ്കിൽ കൈലാഷ് സത്യാർത്ഥിയോടൊപ്പം നോബൽ സമ്മാനം പങ്കിട്ട പാകിസ്ഥാൻകാരി എന്ന് ചോദ്യം വന്നതാരാണ്? അത് മലാല യൂസഫ്സായി ആണ്. 2014. പിന്നെ അവസാനമായിട്ട് 2019 ആരാണ്? 2019 അഭിജിത്ത് ബാനർജി. വിഷയം സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ. ഇനി നമുക്ക് ഒരു വട്ടം കൂടെ വർഷങ്ങളും ആളുകളെ ഒന്ന് പറയാം. പിന്നെ വിഷയങ്ങളും പറഞ്ഞു നോക്കാം. ഓക്കെ. വിഷയങ്ങളും നിങ്ങൾക്ക് കിട്ടും. സിമ്പിൾ ആണല്ലോ. ആദ്യം 1913 ഒക്കെ പോട്ടെ. ഓക്കെ. ആരെയും കാണണ്ട. 1913 ആർക്കാണ്? 1913 രവീന്ദ്രനാഥ് ടാഗോർ. വിഷയം സാഹിത്യം. അടുത്തതോ 30 അല്ലെ. 13 പിന്നെ 30. 1930 CV രാമൻ ഭൗതിക ശാസ്ത്രം. 1968 ആരാണ്? 1968 ഹർഗോവിന്ദ ഖുരാനെ വൈദ്യശാസ്ത്രം അല്ലെ. ഹർഗോവിന്ദ ഖുരാനെ വൈദ്യശാസ്ത്രം. 79 അടുത്തത് 79 അല്ലെ. 79 ആരാണ്? മദർ തെരേസ. ഏതാണ്? സമാധാനം. പിന്നെ 83 ആരാ ഓർമ്മ ഉണ്ടോ? ചന്ദ്രശേഖർ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ. 83. അടുത്തതോ സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ ഏതാ വിഷയം? ഭൗതിക
ശാസ്ത്രം തന്നെയാണ് അല്ലെ, ഭൗതിക ശാസ്ത്രമാണ് വിഷയം. പിന്നെ അടുത്തത് 98. ഓക്കെ, 79 സമാധാനം നമുക്കറിയാം, മദർ തെരേസ സമാധാനം നമുക്കൊക്കെ അറിയുന്നതാണ് അല്ലെ, അത് പോട്ടെ. പിന്നെ അടുത്തത് 83 ഏതാണ്, സുബ്രഹ്മണ്യൻ ചന്ദ്രശേഖർ, ഏതാണ് ഭൗതിക ശാസ്ത്രം. 98 അമർത്യാസൻ. അമർത്യാസന്റെ വിഷയം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അമർത്യാസന് നോബൽ സമ്മാനം ലഭിച്ച വിഷയം സാമ്പത്തിക ശാസ്ത്രമാണ്. നോബൽ സമ്മാനം ലഭിച്ച വർഷം 98. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, 1998. പിന്നെ 2009 ആർക്ക് ലഭിച്ചു, വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ. രസതന്ത്രത്തിന് ആദ്യമായി നോബൽ സമ്മാനം ലഭിക്കുന്ന വർഷമാണ് 2009. 2009 ആർക്കാണ് ലഭിച്ചത്, 2009 വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ രസതന്ത്രം. 2014 ആർക്കാണ്, 2014 കൈലാഷ് സത്യാർത്ഥി. ഏത് വിഷയം, കൈലാഷ് സത്യാർത്ഥിക്ക് ലഭിച്ച വിഷയം ഒന്ന് ഓർത്തു നോക്ക്, കൈലാഷ് സത്യാർത്ഥി സമാധാനം. പിന്നെ 2019 അവസാനമായി ലഭിച്ചത് ആർക്കാണ്, അഭിജിത്ത് ബാനർജി. വിഷയം ഏതാണ്, സാമ്പത്തിക ശാസ്ത്രം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇത്രയേ ഉള്ളൂ. നമുക്ക് നോബൽ സമ്മാനം ലഭിച്ച ഇന്ത്യക്കാരുടെ വർഷം, ഏതാണ് വിഷയം, പിന്നെ അതുപോലെ തന്നെ പേര്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് സെറ്റ് ആയല്ലോ, സിമ്പിൾ ആയിട്ട് പഠിഞ്ഞല്ലോ. അപ്പോൾ ഒന്നുകൂടെ വർഷങ്ങൾ മാത്രം സ്പീഡിലൊന്ന് പറയും. 1913, 30, 68, പിന്നെ 79, 83, 1998, പിന്നെ 2009, പിന്നെ 2014, 2019. ഇത്രയുള്ള അവിടെ പഠിക്കാൻ. ആളുകളുടെ പേരും നിങ്ങൾക്ക് ക്ലിയർ ആയി. അപ്പൊ നോബൽ സമ്മാനം സെറ്റായി പഠിച്ചു പോയില്ലേ? സിമ്പിൾ അല്ലേ? ഇനി ചോദ്യം വന്നാൽ കിട്ടുമല്ലോ, സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിശ്വസിക്കുന്നു. 10th പ്രിലിംസിന്റെ കാര്യം പറഞ്ഞത് മറക്കണ്ട. പ്രിലിംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോ. അടിപൊളിയായിട്ട് പഠിച്ച് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്ത് തരിക. ഓക്കെ, എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾ ഏത് സമയത്താണ്, അതായത് 10th പ്രിലിംസ് പരീക്ഷയ്ക്ക് കഴിഞ്ഞ് ഏതെങ്കിലും സമയത്താണ് ഈ ക്ലാസ് കാണുന്നതെങ്കിലും ആ സമയത്ത് നമ്മുടെ ഏത് കോഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ SCRT ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ചോദിച്ചറിയുക. താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ ഏത് സമയത്താണ് നിങ്ങൾ ക്ലാസ് കാണുന്നതെങ്കിലും ആ സമയത്ത് ഏത് കോഴ്സാണ് ഉള്ളതെന്ന് ചെക്ക് ചെയ്യുക. നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന വിശ്വാസത്തിൽ ഞാൻ നിർത്തുകയാണ്. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ആൻഡ് ഓൾ ദി ബെസ്റ്റ്.